ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് ഓഫായിരുന്ന ദിവസം കേട്ടോ. അപ്പം സ്കൂളിൽ വിട്ടിട്ട് ആ വഴി ഒന്ന് നടന്ന് ഗ്രൗണ്ടൊക്കെ ഒന്ന് ചുറ്റി. അതൊക്കെയാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്കൊരു വാമപ്പായി അല്ല. എന്നാൽ പിന്നെ ഞാൻ ഓർത്തൊന്ന് നടന്ന് നന്നായിട്ട് കൈയൊക്കെ വീശി ആ ഗ്രൗണ്ടൊക്കെ ഒന്ന് ചുറ്റി വരാമെന്നോർത്ത് ഒന്ന് ചെറിയൊരു എക്സസൈസിന് വേണ്ടി അങ്ങനെ ഒന്ന് പോയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ആ ഗ്രീനിഷൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്തോഷം, പോസിറ്റീവ് എനർജി അല്ലേ കിട്ടുക. ഗ്രീൻ കളർ എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി തരുമെന്ന് പല പഠനങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പല പുസ്തകങ്ങളിലും വായനയിൽ ഗ്രീൻ കളർ ഒരു പ്രത്യേക എനർജി നമുക്ക് തരുമെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിലും ചെടികൾ, ഗ്രീനിഷ് ഇലകൾ, ഗ്രീൻ കളറൊക്കെ നമ്മൾ വെക്കത്തില്ലേ, ചെടികളൊക്കെ അതൊക്കെ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ കുറച്ച് ഐറ്റംസൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ചായ ഇടാൻ നോക്കിയപ്പം ടീ ബാഗും അതുപോലെ ഷുഗറൊക്കെ കുറച്ച് തീർന്നിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് അതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്യാമെന്നോർത്ത് എല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. സാധാരണ സൺഡേ ദിവസവും റീഫില്ല് ചെയ്യുന്ന കൂടുതലും കാര്യങ്ങൾ, പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ തീർന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ റീഫില്ല് ചെയ്യുക. അതുകൊണ്ട് പിന്നെ അപ്പോൾ ഞാനിന്ന് കഴിക്കാനും നമുക്കിനി ചായ ഇടാനൊക്കെ വേണം. അപ്പോൾ അങ്ങ് റീഫിൽ ചെയ്തു. പിന്നെ ഓഫും കൂടിയാണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പാഷൻ ഫ്രൂട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് മേടിക്കാൻ കാരണം വെച്ചാൽ ഇവിടുത്തെ ഇളയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാഷൻ ഫ്രൂട്ട്. അവനെ കൊണ്ടുവരുന്ന പാഷൻ ഫ്രൂട്ട് മുഴുവൻ തന്നെ കഴിക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ വൈകിട്ട് പിന്നെ അവർ വരുമ്പോഴത്തേനും കൊച്ചു വന്നപ്പോഴത്തേനും പാഷൻ ഫ്രൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഉച്ചയ്ക്കെത്തിയോ മറ്റു വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ പിള്ളേരെ എടുത്തുകൊണ്ട് വന്നിട്ട് വൈകിട്ടത്തെ കാര്യമാണ് കാണിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക. കൊച്ചിന് പാഷൻ ഫ്രൂട്ട് മതി എന്ന് പറഞ്ഞ ആൾക്ക് പാഷൻ ഫ്രൂട്ട് കൊടുത്തു. രണ്ടാമത്തെ ആൾക്ക് ചോക്ലേറ്റ് ബ്രെഡ് വേണമെന്ന് പറഞ്ഞത്, ന്യൂട്രല്ല വെച്ചിട്ടുള്ള ബ്രെഡ്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അവർക്ക് എടുത്ത് കൊടുക്കുക ചെയ്ത്. പിന്നെ മൂത്ത ആക്കപ്പം നമ്മുടെ ഓട്സില്ല, അത് സീരിയൽസ്, അതായത് നമ്മുടെ ചോക്കോസൊക്കെ അങ്ങനത്തെ ഐറ്റം മതി പറഞ്ഞപ്പോൾ പാല് തിളപ്പിച്ച് അതും എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ ബോട്ടിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ ബോട്ടിലൊക്കെ റീഫിൽ ചെയ്ത് വാട്ടറൊക്കെ റീഫിൽ ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് ഭയങ്കരമാണല്ലോ. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കണം അല്ലേ, കൊടുക്കുന്നവർ സ്വീകരിക്കുന്നവർ കഴിക്കുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നവരുടെ മനസ്സ് നിറയാന്ന് പറയാല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാനത് കൊടുത്തപ്പം ഒരുപാട് സന്തോഷമായി. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തപ്പോൾ അവർ ഹാപ്പിയായി, കൊടുത്ത് നമ്മളും ഹാപ്പിയായി. പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം എടുത്ത് ഡിഷ് വാഷറിലോട്ട് വെച്ചു. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് ഡിഷ് വാഷറിലോട്ട് വെച്ചു. പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് പോയി. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി ആയപ്പോൾ ഹസ്ബൻഡ് നമുക്ക് ചിക്കനും ഗ്രില്ല് ചെയ്ത് തന്നു, കുറേ പൊട്ടറ്റോയും ഗ്രില്ല് ചെയ്ത് തന്നു. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി എല്ലാവരുടെ സന്തോഷത്തോടെ പ്രെയറൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി കിടന്നു. നാളെ പിറ്റേ ദിവസം നല്ലൊരു ദിവസത്തിന് വേണ്ടി കാത്തുകൊണ്ട്. അപ്പം എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു. ഇത് ഡിന്നറിന് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. പിള്ളേർക്ക് റാപ്പും ചിക്കനും പൊട്ടറ്റോയും കൊടുത്ത് ഞങ്ങൾ മീൻകറിയും ചിക്കനും പിന്നെ പയർ തോരനുണ്ടായിരുന്നു കേട്ടോ, വൻപയർ തോരനും പിന്നെ ആ പൊട്ടറ്റോയോട് കൂട്ടി ഞാനും ഹസ്ബൻഡും കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ആ ഒരു വീഡിയോ. ഒരു ദിവസത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.